അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഷേപ്പ്. നേരെ ഷേപ്പ് പറഞ്ഞാൽ താഴെ ഷേപ്പിൽ കുറേ ടൂൾസ് ഉണ്ട്. റെക്ടാങ്കുലർ ടൂള്, റൗണ്ടഡ് റെക്ടാങ്കിൾ ടൂള്, എലിപ്സ് ടൂള്, പോളിഗൺ, ലൈന്, കസ്റ്റം ഷേപ്പ്. അതുകൂടാതെ ഈ ഷേപ്പിനെ എഡിറ്റ് ചെയ്യാനുള്ള ടൂൾസാണ് പാത്ത് സെലക്ഷൻ ടൂള്, ഡയറക്റ്റ് സെലക്ഷൻ ടൂള്, അതേപോലെ പെൻ ടൂളും ഷേപ്പിലൊരു ഭാഗമാണ്. പെൻ ടൂള് നമുക്ക് ഷേപ്പിലും യൂസ് ചെയ്യാൻ പറ്റും, രണ്ടും യൂസാണ്. ഒരു ഇമേജിനെ സെലക്ട് ചെയ്യാനും പെൻ ടൂളാണ് ഉപയോഗിക്കുന്നത്. ലാസോ ടൂൾ നമ്മൾ കാണിച്ചില്ലേ, ലാസോ ടൂളിൽ പോളിഗൺ ലാസോ ടൂൾ വെച്ചിട്ട് ഒരു ഇമേജിനെ കട്ട് ചെയ്തെടുക്കണം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സെലക്ട് ചെയ്യേണ്ടി വരും. അതേപോലെ പ്രോപ്പറായിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പെൻ ടൂൾ യൂസ് ചെയ്യാം. ഇതിലെ പെൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ പെൻ ടൂൾ ഓപ്ഷൻസിൽ രണ്ടെണ്ണം ഉണ്ടാവും. ഫസ്റ്റ് ഉള്ളത് ഷേപ്പ്, പിന്നെ ഉള്ളത് പാത്ത്. ഒരു ഇമേജിനെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ പാത്ത് ആയിരിക്കണം. പാത്ത് ആകുമ്പോൾ കറക്റ്റ് ലൈന് മാത്രം വരും. എന്നിട്ട് ലൈനൊക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ പാത്ത് സെലക്ട് ആയിട്ട് മാറും. ഓക്കെ, അതായത് സാധാരണ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇമേജിനെ കട്ട് ചെയ്തെടുക്കുന്ന ടൂളാണ് പെൻ ടൂള്. ബാക്കി റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ഇതൊക്കെ ഒരു ഷേപ്പിലാണ് വരുന്നത്, ബാക്കി കളറിലാണ് വരുന്നത്. പെൻ ടൂള് മാത്രമാണ് നമുക്ക് ആവശ്യപ്രകാരം നമുക്ക് കൺട്രോൾ ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ പെൻ ടൂള് ഷേപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഷേപ്പിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കളർ വരും ഇവിടെ, കണ്ടാ. ഇനി ഞാൻ വരച്ചു കഴിഞ്ഞാൽ വരക്കണതിൻ്റെ കൂടെ ഒരു കളറും വരും. അതുകൂടാതെ ലെയർ പാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ലെയർ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. പാത്ത് എടുത്തു കഴിഞ്ഞാൽ ലെയർ ക്രിയേറ്റ് ആവില്ല. ഷേപ്പ് ടൂൾ ഷേപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം ആദ്യം മനസ്സിലാക്കണം. പുതിയ ഷേപ്പ് വരയ്ക്കുകയാണ് പറയുന്നത് ഓക്കെ, കുഴപ്പമില്ല. ഒരു ഇമേജിനെ സെലക്ട് ചെയ്ത് കട്ട് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പെൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം പാത്തിലേക്ക് മാറണം. കണ്ടോ, പാത്തിലേക്ക് മാറിയിട്ട് ഞാൻ ലെയർ ഒരു വരയ്ക്കണം. നോക്കിയോ, വരച്ച് കഴിഞ്ഞ് ഫിനിഷ് ചെയ്തു. ലെയറിൽ ചെക്ക് ചെയ്ത് നോക്കിയാണ്ടാ ആ ലൈന് അതേ തന്നെ ഉണ്ടാവും. ഇത് മുമ്പ് വരച്ച ഷേപ്പാണ് ഇവിടെ കാണുന്നത്. പുതുതായിട്ട് വരച്ച ഷേപ്പിൽ ലെയർ നേരെ മറിച്ച് ഞാൻ വീണ്ടും ഷേപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. കണ്ടാ, പുതിയൊരു ഷേപ്പ് ലെയർ വന്നിട്ടുണ്ട്, 2 ലെയർ വന്നു. ഇത് മുമ്പ് വരച്ചത്, ഇതിപ്പോൾ വരച്ചത്. ഷേപ്പ് സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഷേപ്പ് ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ക്വയർ റെക്ടാങ്കിൾ ടൂള് അതെടുത്ത് ഞാൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ സെലക്ഷൻ ടൂൾ പോലെ തന്നെ, പക്ഷേ ഇത് ഷേപ്പാണ്. ഇത് സെലക്ട് അല്ല വരിക, ഓട്ടോമാറ്റിക്കലി ഒരു കളർ വരും. കണ്ട, ഷേപ്പിൻ്റെ ലെയർ ഇങ്ങനെ ആയിരിക്കും കാണുക. പുതിയ വേർഷനിൽ വേറെ ടൈപ്പിലായിരിക്കും കാണുക. ഇതിൽ ഇങ്ങനെ ഈ പഴയ ഈ CS3 ഇങ്ങനെയാണ്. അതായത് ആദ്യം കളറിനൊരു ബോക്സ് ഉണ്ടാവും, പിന്നെ ഒരു ചെറിയൊരു ഗ്രേ ബോക്സിൽ നമ്മൾ കൊടുത്ത അത്രയും അളവ്, മൊത്തം ക്യാൻവാസിൻ്റെ അളവും നമ്മൾ കൊടുത്ത ഷേപ്പിൻ്റെ അളവ് വൈറ്റ് കളറായിട്ട് ചെറുതായിട്ട് കാണും. ഇതിനെ പറയണത് വെക്ടർ മാസ്ക് എന്നാണ് പറയുക ശരിക്കും. ഓക്കെ, വെക്ടർ മാസ്ക് എന്നാ. അതായത് ശരിക്കും ആക്ച്വലി അതെന്താണ്, മൊത്തത്തിൽ കളറാണ്. നോക്കിയോ, ഇപ്പോൾ ഡിസേബിൾ വെക്ടർ മാസ്ക് നോക്കാം. ഡിലീറ്റ് വെക്ടർ മാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ആ ഭാഗത്തെ ബോക്സ് പോയപ്പോൾ എന്തായി, മൊത്തം കളറും ബ്ലൂ ആയി. അപ്പോൾ വെക്ടർ മാസ്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നോക്കിയോ, ഞാൻ ഈ റെക്ടാങ്കുലർ ടൂൾ എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ഷേപ്പിലാണ് കിടക്കുന്നത്, അതിൻ്റെ ഞാൻ പാത്താക്കി. ഓക്കെ, പാത്താക്കിയപ്പോൾ കളറൊക്കെ പോയി. പാത്താക്കിയ ശേഷം ഞാൻ വെറുതെ വരയ്ക്കണം. വെറുതെ വരച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലൈന് പാത്ത് മാത്രമാണ്. ഓക്കെ, എന്നിട്ട് ആ പാത്ത് സെലക്ഷൻ ടൂളാണ് ഈ ബ്ലാക്ക് കളർ പാത്ത് സെലക്ഷൻ ടൂള്. കാരണം മൂവ് ടൂൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. പാത്ത് സെലക്ഷൻ ടൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പാത്തിനെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ലെയറിൽ പോവാം. ലെയറിൽ പോയിട്ടുണ്ട് വെക്ടർ മാസ്കിൽ വന്നിട്ട് കറണ്ട് പാത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, കണ്ടാ, ഇവിടെ ഗ്രേ വന്നു. ആ വെക്ടർ മാസ്ക് വഴിയാണ് ആ ഷേപ്പ് നമുക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങൾ അത്ര ഇൻഡെപ്തിൽ പോകണ്ട. വെറുതെ എന്താണ് ആ സ്ക്വയർ ബോക്സ് എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞത് മാത്രം. സാധാരണ നിങ്ങളൊരു ഷേപ്പ് വരയ്ക്കുമ്പോൾ ആ ഷേപ്പിൻ്റെ അളവിൽ ഒരു ബോക്സ് വരും, അത് മാത്രം. ഇപ്പം ഞാൻ സർക്കിൾ വരയ്ക്കും, എലിപ്സ് ടൂള് ഷിഫ്റ്റ് പിടിച്ചാൽ പ്രൊപ്പോർഷനിൽ വരും. ഇപ്പോൾ പാത്തായതുകൊണ്ട് കളർ വന്നില്ല, ലെയറും വന്നില്ല. ഓക്കെ, ഞാൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പാത്ത് പോവും. ഞാനിതിനെ ഷേപ്പാക്കിയ ശേഷം വീണ്ടും ഞാൻ വരച്ചു, ഷിഫ്റ്റ് പിടിച്ചു, വരച്ചു. ഇപ്പോൾ കളർ വന്നു. ലെയർ പാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെയറും വന്നു. ഓക്കെ, ഇനി ഞാൻ ഇതേ സർക്കിള് ഞാൻ സെലക്ഷൻ ടൂൾ വെച്ചിട്ട് കൊടുക്കും.
എലിപ്റ്റിക്കൽ മാർക്കിംഗ് ടൂൾ വെച്ചിട്ട് ഇതേപോലെ ഒരു സർക്കിൾ സെലക്ഷൻ ഷിഫ്റ്റ് പിടിച്ച് വരച്ചു. ഓക്കെ, നമുക്ക് സെലക്ഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കണമെങ്കിൽ ആ സെലക്ഷൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മൂവ് ടൂൾ വരും, ഒരു ഡോട്ടഡ് ആയിട്ടൊരു മൂവ് ടൂൾ. അത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷനെ മൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ആ സെലക്ഷന് ഞാനൊരു കളർ കൊടുത്തു, റെഡ് കളർ കൊടുത്തു. നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അറിയാൻ വേണ്ടി റെഡ് കളർ കൊടുത്തു. പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചിട്ട് റെഡ് കളർ കൊടുത്തു. കൺട്രോൾ ഡി അടിച്ച് സെലക്ഷൻ കളഞ്ഞു. ബി മൂവ് ടൂൾ എടുത്തു. അതായത് നമുക്കിതിൽ കാണുമ്പോൾ ലെയർ പാൻ ഇല്ലാതെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, രണ്ട് സർക്കിളാണ്. ഈ സർക്കിൾ ബ്ലൂവും ഈ സർക്കിൾ റെഡും അല്ലേ. നമ്മൾ ലെയർ പാനിൽ ചെക്ക് ചെയ്ത് നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് വന്നിട്ട് ഈ ലെയറിൽ എന്തോ വ്യത്യാസമുണ്ട്, ഇത് ലെയർ വ്യത്യാസമുണ്ട് അല്ലേ. ഇത് വന്നിട്ട് സെലക്ഷൻ ചെയ്തിട്ട് അതിന് കളർ കൊടുത്താണ്. ഇത് വന്നിട്ട് എന്താണ്, നേരിട്ട് ആ സർക്കിൾ എടുത്ത് വരച്ചപ്പോൾ അതിന് ബ്ലൂ കളർ വന്നതാണ്. ഇതിന് നമുക്ക് ഇതിനെ റെഡ് മാറ്റി വേറെ ഗ്രീൻ ആക്കണം പറഞ്ഞതിന് എന്ത് ചെയ്യണം, ഇവിടെ പോയിട്ട് സെലക്ട് ചെയ്ത് ഇതിനെ ഗ്രീൻ ആക്കി, ഗ്രീൻ കൊടുത്തിട്ട് എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പം ഗ്രീൻ ആയില്ലേ. എന്നിട്ട് വീണ്ടും ആ ലെയർ സെലക്ട് ചെയ്ത് കൺഫേം ആക്കിയിട്ട് ആൾട്ട് ബാക്ക് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ മൊത്തം ഗ്രീൻ ആവും. നമുക്ക് അത് മാത്രം ഗ്രീൻ ആക്കണം പറയുന്നത് ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ്. ഇപ്പം ഗ്രീൻ ആയി. നേരെ മറിച്ച് ഈ ബ്ലൂവിനെയാണ് എനിക്ക് ഗ്രീൻ ആക്കണം പറയുന്നത്, അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കളർ പിക്കർ വരും. ഇവിടുത്തെ ഇപ്പോൾ നമ്മൾ ഗ്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഇതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ പറ്റും. ഞാൻ അവിടെ കൊടുത്ത കളറ് ഇപ്പോൾ റെഡാണ് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാ ഇവിടെ ഏത് കളറാണ് കൊടുത്തത് പ്രിവ്യൂവിൽ അപ്പം തന്നെ കാണും. നമ്മൾ ഓക്കെ കൊടുത്താൽ മാത്രമേ അപ്ലൈ ആവുള്ളൂ. കൊടുക്കുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഷേപ്പിൽ കാണാൻ പറ്റും. കണ്ടാ, അങ്ങനെ ഒരു ഗുണമുണ്ട് ഷേപ്പിന്. പല ഈ സെലക്ഷൻ വെച്ചിട്ട് ഉണ്ടാക്കുന്നേക്കാളും പല എന്താ പറയുക യൂസും ഉണ്ട് ഷേപ്പ് ടൂൾ വരയ്ക്കുമ്പോൾ. കാണുമ്പോൾ മാത്രം സെയിം ആയി തോന്നുള്ളൂ. ഓക്കെ, ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുത്ത കളറിൽ അപ്ലൈ ആയി. ഗ്രീൻ ആക്കി മാറ്റാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ പോയി സെലക്ട് ചെയ്ത് ഗ്രീൻ സെലക്ട് ചെയ്തു, ആൾട്ട് ഷിഫ്റ്റ് ബാക്ക് സ്പേസ് കൊടുത്തിട്ട് വേണം. അത്രയും പ്രോസസ്സ് ഉണ്ട്. ഇതാകുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിനും കളർ ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്ത് കൊടുക്കാൻ പറ്റും. ഇതിന് വന്നിട്ട് ഇപ്പോൾ ഈ കളറിനെ സെലക്ട് ചെയ്തിട്ട് ആൾട്ട് ബാക്ക് സ്പേസ് കൊടുത്താലും ഗ്രീൻ ആവും. അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. ഓക്കെ, പഴയ പോലെ തന്നെ രണ്ട് കളറിലേക്ക് വരാം. ഓക്കെ, ഇനി ലെയർ സെലക്ട് ചെയ്ത് രണ്ടും കൂടി ഷിഫ്റ്റ് പിടിച്ചിട്ട് രണ്ട് ലെയർ സെലക്ട് ചെയ്തു, ഷിഫ്റ്റിനെ കൺട്രോൾ പിടിച്ചു, ഒരു കൺട്രോൾ ടി അടിച്ചു. കൺട്രോൾ ടി അടിച്ചപ്പോൾ സെലക്ട് ചെയ്ത രണ്ട് ലെയറിന് ചേർന്ന് ഒരു ബോക്സ് വന്നു. അതിന് ഞാൻ ചെറുതാക്കി ഷിഫ്റ്റ് പിടിച്ച് നല്ല ചെറുതാക്കിയിട്ട് ഒരു എൻ്റർ അടിച്ചു. എന്നിട്ട് കൺട്രോൾ ടി അടിച്ചിട്ട് വീണ്ടും വലുതാക്കി. വലുതാക്കിയപ്പോൾ എന്തായി സംഭവിച്ചത്, ആ പിക്സലായിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തതിൻ്റെ റെഡിൻ്റെ സ്വഭാവം മാറി, അതിൻ്റെ ഷാർപ്നെസ് പോയി, കുറച്ച് ബ്ലറായി. ബ്ലൂ ഇപ്പോഴും പഴയ പോലെ തന്നെയാണ്. കാരണം പാത്തിന് ഒരിക്കലും പിക്സൽ ക്ലാരിറ്റി പ്രശ്നം വരില്ല. ഇത് പാത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഷേപ്പ്. ഇത് വന്നിട്ട് സെലക്ഷൻ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിലാവുമ്പോൾ എന്താവും, കംപ്രസ് ആയപ്പോൾ അതിൻ്റെ എഡ്ജ് ഷാർപ്നെസ് ഒക്കെ പോയി. അപ്പോൾ എന്തെങ്കിലും ഷേപ്പിനെ വരയ്ക്കുമ്പോൾ എപ്പോഴും ഷേപ്പായി തന്നെ വരയ്ക്കുക. നമുക്ക് സെലക്ഷനിലും വരയ്ക്കാൻ പറ്റും, വരച്ചാലുള്ള പ്രശ്നം ഇതൊക്കെയാണ്. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഷേപ്പിൽ കാണുന്നത് എവിടെ പറയുന്ന ഒരു വിസിറ്റിംഗ് കാർഡിൽ, മറ്റേ സോഷ്യൽ മീഡിയയിലൊക്കെ മൊബൈല്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതിൻ്റെ ഐക്കണ്, അതേപോലെ ബോക്സ്, സർക്കിൾ, അങ്ങനെ കുറേ ഷേപ്സ് ഉണ്ട്. ആ ഷേപ്പിൽ വരുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് സെലക്ഷൻ വെച്ചിട്ട് നമുക്ക് അതുപോലെ ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇതൊക്കെ വരും. ഇപ്പോൾ കാണിച്ചില്ല, അതിൻ്റെ ക്ലാരിറ്റി പോവും. കളർ കൊടുക്കാൻ കുറച്ചും കൂടി വളഞ്ഞ വഴി കൂടി പോകേണ്ടി വരും. ഇതാകുമ്പോൾ ഷേപ്പിൽ കൊടുത്താൽ എന്താണ്, ക്ലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, പെട്ടെന്ന് കളർ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ വേറൊരു അഡീഷണൽ ബെനിഫിറ്റ് എന്ത് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷേപ്പിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഇമേജ് സൈസ് ചെറുതായിരിക്കും. ഇമേജ് സൈസ് പറഞ്ഞാൽ MB സൈസ് ഇല്ലേ, ഇപ്പോൾ ഒക്കെ പിക്സൽ ഇതിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ചെറിയൊരു ഒരു 10-30 MB ആണ് വരുന്നത് കരുതുക. ഷേപ്പിൽ അതേ വർക്കിനെ ഷേപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ 30 MB എന്നുള്ളത് ചിലപ്പോൾ 10ൽ കുറവേ ഉണ്ടാവുള്ളൂ. MB സൈസ് കമ്മിയാവും. അപ്പോൾ MB സൈസ് കമ്മിയാകുമ്പോൾ എന്താവും, നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ സ്പീഡായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഫയൽ സൈസ് ഹെവി ആകുമ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഹാങ് ആവും സിസ്റ്റം, വലിയ വർക്ക് ആവുള്ളൂ. ഷേപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സൈസും കമ്മിയാവും, വർക്ക് സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഷേപ്പുകൾ കാര്യങ്ങൾ കൂടുതൽ എഡിറ്റ് ചെയ്യാനും അതിനെ വെക്ടർ ഗ്രാഫിക്സ് എന്ന് പറയും. ഇങ്ങനെ ഷേപ്പിന് അതിന് കൂടുതൽ വർക്കിനൊക്കെ ചെയ്യാനാണ് കോറൽ ഡ്രോ, ഇല്ലുസ്ട്രേറ്റർ എന്ന വേറെ സോഫ്റ്റ്വെയർ. ഫോട്ടോഷോപ്പിൽ ഈ ഒരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഫോട്ടോഷോപ്പിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു ഷേപ്പ് വേണം പറയുന്നത് ഈ ഷേപ്പ് ടൂൾ എടുക്കുക.
അതിന് വേണ്ടി കോർഡർ ഇല്ലുസ്ട്രേറ്റർ പോകണമെന്നില്ല. നേരെ മറിച്ച് ഒരു ലോഗോ ഒക്കെ വരയ്ക്കണം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫോട്ടോഷോപ്പിൽ വരച്ചാൽ ബുദ്ധിമുട്ടാണ്. ലോഗോ എങ്ങനെ വരയ്ക്കണം അതൊക്കെ അതിന് ടൂൾസിൽ എഡിറ്റ് ചെയ്യാനുള്ള ടൂൾസൊക്കെ ഇല്ലുസ്ട്രേറ്ററിലും കോർഡറിലും ഉണ്ട്. ഓക്കെ.